ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെൻ്റായിട്ട് ജിയോ ഇന്ത്യയിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 2021 പകുതി ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ അവർ 5G ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് കേട്ട പാടെ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. പുതിയതായിട്ടൊരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് 5G സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നമ്മൾ ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 5 കിടിലം 5G സ്മാർട്ട് ഫോൺസ് പരിചയപ്പെടുത്താം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമുള്ളത് റെഡ്മി നോട്ട് 9 Pro 5G ആണ്. ബേസിക് സ്പെസിഫിക്കേഷൻസ് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഒരു 120Hz ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 750G ആണ്. ഇതിൽ നമുക്ക് 4820 മില്ലി ആംപിയറിൻ്റെ ഒരു ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20,000 രൂപയ്ക്കുള്ളിലാണ്. അടുത്തായിട്ട് നമ്മൾ ലിസ്റ്റിലുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlus Nord ആണ്. ഓൾറെഡി OnePlus Nord ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6.44 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഇതൊരു 90 Hz ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 14 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ക്യാമറ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. 32 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ. അതേപോലെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 765G ആണ്. 4115 മില്ലി ആംപിയറിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 27,999 രൂപയാണ്. സോ അടുത്തായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള സ്മാർട്ട് ഫോൺ മോട്ടോ G5G ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലാണ്. ഫ്രണ്ടിൽ നമുക്കൊരു 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടർ കാണാൻ സാധിക്കും. യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 750G ആണ്. ആൻഡ് ഇതിൽ നമുക്ക് 5000 മില്ലി ആംപിയറിൻ്റെ ഒരു ബാറ്ററി കാണാൻ സാധിക്കും. ആൻഡ് ഇതിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 20,999 രൂപയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ള സ്മാർട്ട് ഫോൺ റിയൽമി X50 Pro ആണ്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6.44 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ കാണാൻ സാധിക്കും. ഇതും ഒരു 90 Hz ഡിസ്പ്ലേ ആണ്. ബാക്കിൽ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെയാണ് ഒരു പ്രൈമറി ക്യാമറ. ആൻഡ് ഫ്രണ്ടിൽ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. 32 പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ. ആൻഡ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 865 ആണ്. ഇതിലെ ബാറ്ററി എന്ന് പറയുന്നത് 4200 മില്ലി ആംപിയർ ആണ്. അതേപോലെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജർ എന്ന് പറയുന്നത് 65 വാട്ടിൻ്റെ ആണ്. അതായത് നമുക്കൊരു 35 മിനിറ്റ് കൊണ്ട് തന്നെ 100% ചാർജ് ഈ ഒരു ഫാസ്റ്റ് ചാർജറിന് കയറ്റാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കൂടുതലാണ്. 41,999 ആണ് ഇതിൻ്റെ പ്രൈസിംഗ് വരുന്നത്. ഇതിലെ ലാസ്റ്റ് നമ്മുടെ ലിസ്റ്റിലുള്ളതെന്ന് പറയുന്നത് റിയൽമി X7 Pro ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 30,000 ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 6.55 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്കൊരു 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് ബാക്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ ആണ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 32 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടർ കാണാൻ സാധിക്കും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Dimensity 1000+ ആണ്. MediaTekൻ്റെ ഒരു പ്രൊസസ്സറാണിത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 4500 മില്ലി ആംപിയറിൻ്റെ ബാറ്ററി വരുന്നുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 35 മിനിറ്റ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ചാർജ് കയറ്റാൻ സാധിക്കുന്നതാണ്. ഇനി വന്നു കഴിഞ്ഞാൽ 5G സ്മാർട്ട് ഫോൺസ് ഒക്കെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസിലാണ് വരുന്നത്. ലൈക്ക് iPhone 12 സീരീസിൽ നമുക്കൊരു 5G ചിപ്സെറ്റാണ് ലഭിക്കുന്നത്. ഇനിയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് 5G സ്മാർട്ട് ഫോൺ എടുക്കണോ വേണ്ടായോ എന്നുള്ളതാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് ഒക്കെ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ. പക്ഷേ നിങ്ങൾ ഈ ഒരു 5G എന്ന് പറയുന്ന ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസ ഒരിക്കലും ചിലവാക്കരുത്. കാരണം 5G ഇന്ത്യയിൽ വന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിയുന്നിടത്തോടുകൂടി ഇന്ത്യയിൽ അഫോർഡബിൾ പ്രൈസിൽ 5G സ്മാർട്ട് ഫോൺസ് ഇറങ്ങാൻ തുടങ്ങും. അത് നമ്മൾ 4G ഇറങ്ങിയ സമയത്തും കണ്ടതാണ്. ആ ഇനിഷ്യലിൽ 4G സ്മാർട്ട് ഫോൺസൊക്കെ ഭയങ്കര വിലയായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് 4G സ്മാർട്ട് ഫോൺസ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 5Gയുടെ വിലയും കുറയും. 20,000 രൂപയ്ക്കുള്ളിലേക്ക് ഒരുപാട് സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.